ഒന്നിച്ച് പ്രവർത്തിച്ച ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ കാലങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ആ ഒരു അവിടത്തേക്ക് എത്തിയോ? ഇപ്പോഴും തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരം പോരടിക്കുവാനും കൊല ചെയ്യാനും ഒക്കെയുള്ള ഇടങ്ങളാക്കി തന്നെ മാറ്റുന്നത് വളരെ സങ്കടകരമായ കാര്യങ്ങളാണ്. ഇനിയെങ്കിലും ഈ മണ്ണിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊന്നും ചോര വീഴരുതെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. ഈ ഒരു തുറന്നു പറച്ചിലുകളൊക്കെ അല്ലെങ്കിൽ ഈ വിഷമം കേൾക്കലൊക്കെ അതിലേക്കൊക്കെ എത്താനാണ് ആഗ്രഹിക്കുന്നതും. 1987 മാർച്ച് 23 ചീമേനി രക്തസാക്ഷി ദിനം. ഇന്നത്തെ ഇതേ ദിവസം അല്ലെ, വൈകുന്നേരം ഒരു 5 മണിയോട് കൂടിയാണ് ആലോചിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ചോര ഉറഞ്ഞു പോകുന്ന ആ ഒരു കറുത്ത ദിനമുണ്ടായത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിൽ വരാൻ പോവുകയാണ്. അന്ന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമായിരുന്നു. അന്ന് CPM ഓഫീസിലാണ് താങ്കളടക്കമുള്ളവർ ഇരിക്കുന്നത്. സുഭാഷ് ചേട്ടനെ ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സുഭാഷ് ചീമേനി അന്ന് ആ ചീമേനി രക്തസാക്ഷി ദിനത്തിൽ അന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലേ. ഈ ഒരു കാര്യം അറിഞ്ഞ് ഇവിടെ എത്തിയ EMSഉം EK നായനാരൊക്കെ എത്തിയപ്പോൾ EMS ഇത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടാണ് ഈ ചീമേനി കൂട്ടക്കൊല നരഹത്യ എന്നെ ഉപമിച്ചത്. എന്തായിരുന്നു അത്? നേരിട്ട് കണ്ട ആ ഒരു അനുഭവം ഇപ്പോൾ ഓർത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? തെരഞ്ഞെടുപ്പ് ദിവസം സാധാരണ പോലെ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോളിംഗ് ബൂത്തിൽ ഏജൻ്റായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി വൈകുന്നേരം 5 മണിയോടുകൂടി പോളിംഗ് സ്റ്റേഷനിൽ ഇറങ്ങി നേരെ പാർട്ടി ഓഫീസിനകത്തേക്കാണ് പോകുന്നത്. അവിടെ എത്തി നമ്മുടെ ബൂത്തിനകത്ത് പോൾ ചെയ്ത വോട്ടർമാരുടെ ഒരു കണക്ക് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം 5-5:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ചീമേനിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഓഫീസും CPM ഓഫീസും തൊട്ടടുത്താണ്, മുന്നിലും പിറകിലുമായിട്ടാണ്. അന്ന് കയ്യൂരിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. അത് പക്ഷേ നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? ശരിക്കും ഇല്ല, ഞങ്ങൾ അറിയുന്നില്ല. അത് കയ്യൂരത്തെ ഒരു സംഭവം ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ ഈ 5:30 മണിയാവുന്ന സമയത്ത് CPM ഓഫീസിന്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്ത് ആണ് കോൺഗ്രസ് ഓഫീസ്. 5:30 മണിയാകുമ്പോൾ പുറത്തുനിന്ന് ഒരു ബഹളം കേൾക്കുന്നുണ്ട്. ആ ബഹളം കേട്ടിട്ടാണ് ഞങ്ങൾ ജനലിനുള്ളിൽ കൂടിയും വാതിലിനകത്തു കൂടിയൊക്കെ പുറത്തേക്ക് നോക്കുന്നത്. അപ്പോഴാണ് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വല്ലാത്ത ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊല്ലട പിടിക്കട എന്നൊക്കെ പറഞ്ഞ് മരകായുധങ്ങളുമായിട്ട് ഇങ്ങനെ ഈ നമ്മുടെ ഓഫീസിന് നേരെ പാഞ്ഞു വരുന്നത്. അപ്പോൾ ഈ CPM ഓഫീസിൽ സ്ത്രീകളടക്കമുള്ള ആളുകളാണുള്ളത്? സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. ഒരു 10-50ഓളം ആളുകൾ, സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ ഓഫീസിനകത്തായാലും പുറത്ത് വരാന്തയിലായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ വരുന്നത് കാണുമ്പോൾ തന്നെ, ഇവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ ആളുകൾ, പുറത്തുള്ള ആളുകളൊക്കെ 4 ഭാഗത്തും ചെതറി ഓടി. അകത്തുള്ള ആളുകൾ വാതിലടച്ചിട്ട് അതിനകത്ത് ഇരുന്നു. അപ്പോഴാണ് ഈ വന്ന മരകായുധങ്ങളുമായിട്ട് വന്ന കോൺഗ്രസ്സുകാർ ഈ വാതിൽ വെട്ടിപ്പൊളിക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അകത്തുള്ള ബെഞ്ച് എടുത്തിട്ട് അകത്തുള്ള സഖാക്കൾ ഇത് അടച്ചു പിടിച്ചു. എന്നിട്ടും പകുതി ഭാഗം വാതിൽ വെട്ടിപ്പൊളിച്ച് പുറത്ത് പുറമേയാൻ വേണ്ടി കൊണ്ടുവച്ച പുല്ലെടുത്ത് ഇതിൻ്റെ വരാന്തയിൽ വാതിലിന് മുമ്പിൽ തീ കൊടുത്തു. ജനലിൽ 4 ഭാഗത്തുള്ള ജനലിൻ്റെ പലകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ച് അഴികൾ മുഴുവൻ വെട്ടിമുറിച്ച് ആ അഴികൾക്കിടയിലൂടെ അല്ല വെട്ടിമുറിച്ച് ആ ഗ്യാപ്പിലൂടെ പുല്ല് ഇതുപോലെ തന്നെ പുല്ലിക്കെട്ടിന് തീ കൊടുത്ത് അകത്തേക്ക്. ആ സമയത്ത് തീയും പുകയും കൊണ്ട് ഇതിനകത്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യത്തിലാണ് ആദ്യം കോരാട്ടൻ ഈ ഓഫീസിനകത്ത് നിന്നും തെക്ക് ഭാഗത്തുള്ള ജനലിലൂടെ പുറത്തേക്ക് ചാടുന്നു. പുറത്തേക്ക് ചാടുമ്പോൾ തന്നെ ഈ കത്തിയും മഴുവൊക്കെ ആയിട്ട് നിന്ന കോൺഗ്രസിൻ്റെ ആളുകൾ കോരാട്ടനെ വെട്ടുകയാണ് ചെയ്തത്. വെട്ടുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് തടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ കൈ എന്ന് വെട്ടി മാറ്റുന്നതാണ്. അപ്പോൾ കോരാട്ടൻ മരിച്ചു വീണതിൻ്റെ സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയാണ് ആലുവളപ്പിൽ അമ്പുവേട്ടൻ ചാടുന്നത്. ആലുവളപ്പിൽ അമ്പുവേട്ടനെയും ഇതേപോലെ ആ ഓഫീസിൻ്റെ ആ ജനലിൻ്റെ സൈഡിൽ തന്നെ വെട്ടി വീഴ്ത്തുന്നത്. പിന്നീട് അവിടുന്ന് ഇറങ്ങിയ ഓടിയ നമ്മുടെ കോരാട്ടൻ ഗ്രാമീൺ ബാങ്കിലെ കളക്ഷൻ ഏജൻ്റ് ആയിരുന്നു. അദ്ദേഹം അവിടുന്ന് ഒരു 50 മീറ്റർ തികച്ച് പോയില്ല. അതിൻ്റെ ഇടയിൽ വയലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടുന്ന് വഴിയിൽ വെച്ച് ഒരു കളയിൽ വെച്ചിട്ട് വെട്ടി അവിടെ
അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. അങ്ങനെ ഈ സംഭവം ഞങ്ങളറിയുന്നത്, അല്ലെങ്കിൽ ഈ അതിനിടയിൽ കണ്ണാട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണാട്ടനെയും കൊലപ്പെടുത്തുന്നത് ചീമേനി ടൗണിൽ വെച്ചിട്ടാണ്. കയ്യൂരേക്കുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് കണ്ണാട്ടൻ അവിടെ കാത്തു നിൽക്കുമ്പോഴാണ് ഈ അക്രമി സംഘം കണ്ണാട്ടൻ്റെ അടുത്ത് പോയിട്ട് കണ്ണാട്ടനെ പിടിച്ചു വലിക്കുകയും. അത് ഈ നിങ്ങളുടെ ഇവിടെ ആക്രമിച്ചവരായിരുന്നില്ല, കയ്യൂര് പോയിട്ട് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അങ്ങനെയായിരുന്നു. അതായത് കൃഷ്ണനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി കയ്യൂരേക്ക് പോയി എന്നൊക്കെ പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. കയ്യൂര് പോയി കൃഷ്ണനെ കൂട്ടാൻ വേണ്ടി പോയി, അവിടെ സംഘടന നടന്നു, അവിടെ കൃഷ്ണൻ അവിടെ മരിച്ചു വീണു. ബാക്കിയുള്ള ചീമേനിയിൽ നിന്ന് കൃഷ്ണനെ കൂട്ടാൻ വേണ്ടി പോയ ജീപ്പുമായിട്ട് പോയ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചു വരുമ്പോഴാണ് ഈ കണ്ണാട്ടനെ കാണുന്നത്. അത് കുറച്ചുപേര് അതിൽ ജീപ്പിലുണ്ടായിരുന്ന കുറച്ചുപേര് കണ്ണാട്ടനെ അവിടെ പിടിച്ചു. ബാക്കിയുള്ളവരാണ് ഓഫീസിൽ വന്നിട്ട് പറയുന്നത്. അങ്ങനെയാണ് ഓഫീസിൽ വന്നിട്ട് കൃഷ്ണനെ അവിടെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോഴാണ് ഓഫീസിലുള്ള ആളുകൾ, കോൺഗ്രസ് ഓഫീസിലുള്ള മുഴുവൻ ആളുകളും അവിടുത്തെ കിട്ടാവുന്ന ആയുധങ്ങളും മറ്റൊക്കെ എടുത്തിട്ട് CPM ഓഫീസിന് നേരെ വരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ആൾ ഇവിടെ കൃഷ്ണൻ ഇങ്ങനെ മരിച്ചു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ CPM ഓഫീസിൽ വന്ന് ഇരിക്കില്ലായിരുന്നു അല്ലേ? ഇല്ല, ഒരിക്കലും ഇരിക്കില്ല. കാരണം നിരായുധരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഞങ്ങൾ അവിടെ ഒരു കാരണവശാലും ഇരിക്കില്ല. കാരണം ആ സമയത്ത് കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ചീമേനി. അതിനു മുമ്പേ ഒരുപാട് തവണ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ പല രീതിയിലും ഞങ്ങളെ ആക്രമിച്ചവരാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ അവിടെ ഒരു അക്രമം നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഈ ഓഫീസിനകത്ത് ഇരിക്കില്ല. ഞങ്ങൾ ഓഫീസിനകത്ത് ഇരുന്ന് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൂട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ ആളുകൾ ഇങ്ങനെ വരുന്നത്. പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് പ്രാന്തോളിയിൽ കൃഷ്ണനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് കൃഷ്ണനെ കൊലപ്പെടുത്തിയിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് വണ്ടി വരുമ്പോഴാണ് കണ്ണാട്ടനെ കാണുന്നത്. കണ്ണാട്ടൻ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന വെള്ളൂരുള്ള ഒരാളുടെ കടയിലേക്ക് കയറി. അപ്പോൾ അയാൾ മലഞ്ചരക്ക് കച്ചവടക്കാരനായിരുന്നു. കടയിലേക്ക് കയറിയപ്പോൾ മുഹമ്മദ് കുഞ്ഞിനെ ഇവർ ഭീഷണിപ്പെടുത്തി ആ കടയിൽ നിന്നും പിടിച്ചിറക്കി കണ്ണാട്ടനെ റോഡ് വക്കിലേക്ക് കൊണ്ടുവന്ന് അടിച്ചു. മുഹമ്മദ് കുഞ്ഞി ശരിക്കും പറഞ്ഞാൽ കണ്ണാട്ടനെ രക്ഷിക്കാനൊരു ശ്രമം നടത്തിയില്ലേ? ഷട്ടറൊക്കെ താഴ്ത്തി രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ അക്രമികളുടെ ഒരു ഇത് കാരണം, അവരുടെ ഒരു അക്രമ സ്വഭാവം കാരണം ചിലപ്പോൾ മുഹമ്മദ് കുഞ്ഞി തന്നെ എൻ്റെ ജീവൻ അപായപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഷട്ടർ തുറന്നിട്ട് കണ്ണാട്ടനെ പുറത്ത് ആക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കണ്ണാട്ടനെ അടിച്ച് വലിച്ച് റോഡ് വക്കിലേക്ക് കൊണ്ടുവന്ന് റോഡ് വക്കിൽ അടിച്ചിട്ട് അവിടെ ഈ അമ്മി ഒക്കെ കൊത്താൻ വേണ്ടി കൊണ്ടുവച്ച കരിങ്കല്ല് എടുത്തിട്ട് കണ്ണാട്ടൻ്റെ തലയിലിടുകയും കണ്ണാട്ടനെ ആ റോഡ് വക്കിൽ തന്നെ തല പൊട്ടിച്ചെതറിയിട്ട് കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓഫീസിനകത്ത് കോരാട്ടൻ മരിച്ചു. അതിനുശേഷം അമ്പുവേട്ടനെ കൊത്തിയിട്ട് അവിടെ ഇട്ടു. എം കോരാട്ടനെയും വെട്ടി കുറച്ച് ദൂരമായിട്ട്, ഓഫീസിന് കുറച്ച് ദൂരമായിട്ട് കൊത്തി കൊലപ്പെടുത്തി. അതുപോലെ തന്നെ ഒരു ബാലൻ എന്ന് പറയുന്ന ഒരു സഖാവ് ഉണ്ടായിരുന്നു. ബാലനെ ഇതുപോലെ ഓഫീസിനകത്ത് നിന്ന് ഇറങ്ങി ഓടുമ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വെട്ടി, കാല് രണ്ടും വെട്ടി മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ കക്കൂസിനകത്തേക്ക് മൂത്രപ്പുരക്കകത്തേക്ക് വലിച്ചിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ സ്ത്രീകളും അടക്കം ഇതിനകത്ത് ഈ പുകയും തീയുമായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ കൊത്തിപ്പൊളിച്ച ജനലിനകത്ത് കൂടി, തീ കത്തുന്ന ജനലിൻ്റെ അകത്ത് കൂടി പുറത്തേക്ക് ചാടി. പല ആളുകൾക്കും ചാടുന്ന ചാട്ടത്തിൽ പരിക്ക് പറ്റി, തീയിൽ വീണ് പൊള്ളലേറ്റു. എങ്ങനെയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒന്നിക്കലും വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ ഈ തീയിൽ വെന്ത് മരിക്കുക, വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. രണ്ടും കൽപ്പിച്ചിട്ടാണ്. മരിച്ചെങ്കിൽ മരിച്ചോട്ടെ, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന രീതിയിലാണ് പലരും ഈ ജനലിനകത്തുകൂടി പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ സ്ത്രീകളടക്കം ഇവർ പുറത്തുള്ള ആളുകൾ അടിക്കുകയും ചുഴറ്റി എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ തീയിൽ വീണിട്ട് ആ പൊള്ളലിൻ്റെ വേദന സഹിച്ച് മുമ്പോട്ട് പോകുന്ന സ്ത്രീകളെ അടക്കം വലിച്ച് ചുഴറ്റി എറിയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം അതിൽ 3 പേരാണ് അവശേഷിച്ചത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാ സ്ത്രീകളൊക്കെ പുറത്തേക്ക് ചാടിയതിന് ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 3 പേരാണ് ബാക്കിയുള്ളത്. മരിച്ചുപോയ കുഞ്ഞപ്പാട്ടൻ, അതുപോലെ തന്നെ 3 വർഷം മുമ്പേ മരിച്ചുപോയ M ശശിധരൻ, പിന്നെ ഞാനും. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് അവസാനം അതിനകത്ത് ബാക്കിയുണ്ടായിരുന്നത്. ഞാനും ഈ M ശശിധരൻ എന്ന് പറഞ്ഞ ആളും പുറത്തേക്ക് ജനലിനുള്ളിൽ കൂടെ ചാടുന്നത്. കുഞ്ഞപ്പാട്ടനും ചാടാൻ വേണ്ടി തയ്യാറായി അവിടെ നിന്ന്. ഞങ്ങൾ ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഓടി. അതിനുശേഷമാണ് കുഞ്ഞപ്പാട്ടനെ അതിനകത്തുനിന്ന് ചാടിയ സമയത്ത് അവിടെ വെച്ചിട്ട് ഇവർ പിടിക്കുകയും വളരെ അതിമൃഗീയമായിട്ട് അടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം തൊട്ട് പുരമേയാൻ വേണ്ടി കൊണ്ടുവച്ച പുല്ല് കെട്ട് കുഞ്ഞപ്പാട്ടനെ മൊത്തം പൊതിഞ്ഞുകൊണ്ട് ആ ബോഡി കത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നത്. കുഞ്ഞപ്പാട്ടൻ്റെ ബോഡി തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത വിധം
കരിഞ്ഞ് നാശമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് പറയുമ്പോൾ നമ്മുടെ തീർച്ചയായും നമുക്കത് മനസ്സിലാവും. അത് കണ്ട് നിൽക്കേണ്ടി വന്നു. അതായത് ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും അത് നമ്മളിത് ഓർത്തെടുക്കുമ്പോൾ തന്നെ എന്താ പറയേണ്ടത്, ഒരു മനുഷ്യനും അങ്ങനെ ഒരനുഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നേരിടുന്നത് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല. ഈ ഒന്നിച്ച് പ്രവർത്തിച്ച ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ കാലങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ആ ഒരു അവിടത്തേക്ക് എത്തിയോ? ഇപ്പോഴും തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരം പോരടിക്കുവാനും കൊല ചെയ്യാനും ഒക്കെയുള്ള ഇടങ്ങളാക്കി തന്നെ മാറ്റുന്നത് വളരെ സങ്കടകരമായ കാര്യങ്ങളാണ്. ഇനിയെങ്കിലും ഈ മണ്ണിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊന്നും ചോര വീഴരുതെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. ഈ ഒരു തുറന്നു പറച്ചിലുകളൊക്കെ അല്ലെങ്കിൽ ഈ വിഷമം കേൾക്കലൊക്കെ അതിലേക്കൊക്കെ എത്താനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. പരസ്പരം ഇപ്പോഴും ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴും അത് ആ മഹോത്സവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരിക്കലും ജനാധിപത്യ രീതിയിൽ കഴിയാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നത്. പക്ഷെ അതിനൊരു മാറ്റം വരണം. പൂർണ്ണമായിട്ടും ജനാധിപത്യം പുലരുന്ന രീതിയിൽ ഒരു മഹോത്സവമാക്കി മാറ്റാൻ തെരഞ്ഞെടുപ്പിന് കഴിയണം. ഈ 39 വർഷം കഴിയുമ്പോഴും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുകയാണ്. 87 മാർച്ച് 23-നുണ്ടായ ആ സംഭവങ്ങൾ, അന്ന് മാർച്ചിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ഈ തവണ അത് ഏപ്രിലിലേക്കാണ് തിരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ ആ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ വർഷവും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം വീണ്ടും ഹൃദയത്തിൽ തൊടുന്ന അനുഭവമാണ് സുഭാഷ് ഏട്ടന് ഉണ്ടായത്. അവിടുന്ന് പിന്നീട് രക്ഷപ്പെടാൻ പറ്റിയില്ല. അല്ലെ, വയലിലേക്ക് ഇറങ്ങാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ വയലിൽ ആയുധധാരികളായ അക്രമി സംഘത്തെ കണ്ടതിനെ തുടർന്ന് തൊട്ടടുത്തൊരു വീട്ടിൽ ഞാൻ പറഞ്ഞു, ഞാനും ശശിയേട്ടനും കുഞ്ഞപ്പാട്ടനുമാണ് അവസാനം അതിനകത്ത് ഉണ്ടായിരുന്നത്. ഞാനും ശശിയേട്ടനും ഒരു വഴി കൂടെയാണ് ആദ്യം കിഴക്കോട്ട് തെക്ക് ഭാഗത്തുള്ള ജനലിലൂടെ പുറത്തിറങ്ങി കിഴക്കോട്ടുള്ള വഴിയിലൂടെ ഇറങ്ങി നേരെ വയലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിയിട്ട് രണ്ടുപേരും രണ്ട് വഴിയിലൂടെ വയലിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ശശിയേട്ടനെ, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് നീ എവിടെയാടാ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് തെറിയൊക്കെ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. അയാളെ തട്ടി മാറ്റിയിട്ടാണ് ശശിയേട്ടൻ നേരെ വയലിലേക്ക് ഓടി കിഴക്കേക്കരക്ക് രക്ഷപ്പെടുന്നത്. ഞാൻ മറ്റൊരു വഴിയിലൂടെ നേരെ വയലിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ വയലിൽ ആയുധധാരികളായ ആളുകളാണ്, കത്തിയുണ്ട്, വടിയുണ്ട്. ഇവർ ഒരു സംഘം ആളുകൾ ഈ വയലിൽ നിൽക്കുകയാണ്. അപ്പോൾ വയലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു തറവാട് വീട് വയലിൻ്റെ സൈഡിൽ തന്നെയുണ്ട്. ആ തറവാട്ട് വീട്ടിൻ്റെ പുറകിലുള്ള വിറക് സൂക്ഷിക്കുന്ന, വിറക്, ചിരട്ട, ചാരം ഇതൊക്കെ സൂക്ഷിക്കുന്ന ഒരു മുറിക്കകത്ത് പകുതി വാതിലുള്ള ഒരു വാതിൽ പാളി പറഞ്ഞു പോയ ഒരു മുറിക്കകത്ത് ഞാൻ കയറുന്നത്. അപ്പോൾ ഏകദേശം സമയം സന്ധ്യയായി ആ സമയത്ത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം അതിനകത്ത് നിന്നു. വയലിൽ നിന്ന് വല്ലാത്ത ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏത് ഭാഗത്തേക്കും ഇറങ്ങാൻ വേണ്ടി കഴിയില്ല. ടൗണിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്, വയലിലേക്ക് ഇറങ്ങി ഈ ആളുകളുടെ ഇടയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഒരു സംശയത്തിൽ അവിടെ തന്നെ വരുന്നത് വരട്ടെ എന്ന് വെച്ച് അവിടെ തന്നെ നിന്നു. അവിടെ നിന്നപ്പോൾ സന്ധ്യയായി. ആ സൈഡിൽ എനിക്ക് ചുമരിൻ്റെ ഒരു സൈഡിൽ നിന്നാൽ എന്നെ കാണും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഞാൻ ആ മുറിയുടെ ചുമരിൻ്റെ മേലെ കയറിയിട്ട് കാല് താഴേക്ക് ഇട്ടിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ 9 മണി വരെ ആ വീടിൻ്റെ ചുമരിൻ്റെ മേലെയാണ് ഇരുന്നത്. അപ്പോൾ ഈ കൊലയാളികളായിട്ടുള്ള ആളുകളൊക്കെ രാത്രിയിൽ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടുന്ന് അവരുടെ വസ്ത്രങ്ങൾ കഴുകുന്നുണ്ട്. അവിടുന്ന് അവർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം 2 നിലയുള്ള തറവാട് വീടാണ്. ആ വീട്ടിൻ്റെ മേൽനിലയിലേക്ക് കയറി
ഇനി പുറത്താരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ആ മുറിക്കകത്ത് നിന്നും ഇറങ്ങിയിട്ട് ചുമരിൽ നിന്ന് നേരെ താഴെ ഇറങ്ങി. ചുമരിൽ ഇരുന്ന് ഇവരെ കാണുന്നുണ്ടല്ലോ ശരിക്കും അക്രമികളെ, ആ എല്ലാവരും നിമിഷവും മരണമാണ് മുന്നിൽ കാണുന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ അവര് വന്ന ഈ ബ്ലഡ് കഴുകുന്നതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, എന്നെ അവർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ബാക്കി സഖാക്കൾ, മരിച്ച സഖാക്കളുടെ വിവരം കിട്ടും. പക്ഷെ എന്നെ അവർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എവിടെയാണ് പോയതെന്നോ എങ്ങനെയാണ് ഞാൻ മരണപ്പെട്ടതെന്നോ ഒരിക്കലും ആർക്കും ഒരു തെളിവുമില്ലാത്ത വിധം എൻ്റെ ശരീരം പോലും കാണാത്ത വിധത്തിൽ അവർ മറവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ നിന്നിട്ട് 9 മണിയാകുമ്പോൾ എല്ലാവരും മേലത്തെ നിലയിൽ പോയതിന് ശേഷം സ്ത്രീകളൊക്കെ അടുക്കളയിൽ നിന്നും മറ്റു പുറത്തേക്കുള്ള വാതിലൊക്കെ അടച്ചതിന് ശേഷമാണ് ഞാൻ നേരെ വയലിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് ഓടി വരുന്നത്. ഞാൻ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 9:30 മണിയായിരുന്നു രാത്രിയിൽ. ആ സമയത്ത് എൻ്റെ ഞാൻ ഉടുത്ത ഒരു മുണ്ടിൻ്റെ കഷ്ണം മാത്രമേ എൻ്റെ അരയിലുണ്ടായിരുന്നുള്ളൂ. ഓഫീസിനകത്ത് തന്നെ ഷർട്ട് മുഴുവൻ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഷർട്ടിൻ്റെ ഒരു ഭാഗത്ത് തീ പിടിച്ചപ്പോൾ ഞാനത് അഴിച്ച് കളഞ്ഞിരുന്നു. അവനെ വലിയ പരിക്കൊന്നും എനിക്ക് പറ്റിയില്ല. അവിടെയൊക്കെ 2-3 പോറലുകൾ ഇങ്ങനെ ഉണ്ടായി എന്നല്ലാണ്ട് മറ്റു പരിക്കുകളൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മനസ്സിനേറ്റ ആഘാതം ഇന്നും മറക്കാൻ പറ്റാതെ. അതായത് ഇന്ന് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നിടത്തോളം ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു കാഴ്ച ഒരിക്കലും മനസ്സിൽ നിന്ന് മായുകയോ അല്ലെങ്കിൽ ആ സംഭവം മറക്കുകയോ ഒരിക്കലും ചെയ്യില്ല. അതെ, എനിക്ക് രണ്ടാമത് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ അക്രമി സംഘത്തെ ഇത്ര അടുത്ത് കണ്ടു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുതിയ ആളുകൾക്ക് അത് മനസ്സിലാവില്ല. കാരണം ഇത്രയും വെളിച്ചമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് താങ്കളെ കണ്ടില്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ഒരു വെളിച്ചം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും കാണില്ല. താങ്കൾ ഇരിക്കുന്ന ആ ഒരു ഭാഗം ഇരുണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇരിക്കുന്ന ആ മുറിക്കകത്ത് വെളിച്ചമില്ല. തൊട്ടപ്പുറത്ത് ആ ഒരു ചുമരുണ്ട്, അടുക്കളയുടെ ചുമരാണ് ഞാൻ ഇരിക്കുന്ന മുറിയുടെ ഒരു ചുമരായിട്ട് വരുന്നത്. ആ പിന്നെ വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് പഴയ ഫിലമെൻ്റ്, ആ ഒരു ഫിലമെൻ്റ് ഉള്ള ബൾബാണ്. ആ ബൾബ് കത്തുമ്പോൾ നമ്മുടെ മണ്ണെണ്ണ കൂട് കത്തിച്ച് വെച്ച ആ ഒരു വെളിച്ചം പോലും ആ സമയത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു അരണ്ട വെളിച്ചത്തിൽ ആ മുറിക്കകത്ത് തന്നെ ആ വെളിച്ചം കാണുന്നില്ല. അതുകൊണ്ടാണ് എന്നെ കാണാതെ ഞാൻ രക്ഷപ്പെടാൻ സ്ത്രീകൾ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഉണങ്ങിയ ഓലയും ചിരട്ടിയും വിറകൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സ്ത്രീകൾ അതിനകത്ത് വരുന്നുണ്ട്. അവരൊന്ന് ചെറിയതായിട്ട് അവരുടെ കഴുത്തൊന്ന് പൊക്കി അല്ലെങ്കിൽ മേൽപോട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ അതിന് മേലെ ഇരിക്കുന്നത് അവർ കാണും. ആ സമയത്തൊക്കെ എൻ്റെ ചിലപ്പോൾ ഇനി അവർ ശ്രദ്ധിച്ചു നിന്നാൽ എൻ്റെ ഹൃദയം അടിക്കുന്ന ഒച്ച ചിലപ്പോൾ അവർക്ക് കേൾക്കായിരുന്നു. അത്രയും പേടിയോടുകൂടിയാണ് ഞാൻ അവിടെ ഇരുന്നത്. ഈ പറയുന്നത് പോലെ നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം മനസ്സിലൊരു വേദനയായോ വിങ്ങലായോ മുറിപ്പാടായോ ഒക്കെ ഈ ഓർമ്മയുണ്ടാവും. തീർച്ചയായിട്ടും അതൊരിക്കലും മറക്കില്ല. എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല. എങ്ങനെയാണ് ഇത് മരണത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. പക്ഷെ മരിച്ചതിന് തുല്യമാണല്ലേ ആ ഒരു ഓർമ്മ. തീർച്ചയായിട്ടും. സുഭാഷ് ചേട്ടന് നമ്മളോട് സംസാരിക്കാൻ ഈ ഒരു സമയത്തേക്ക് നമ്മോട് സംസാരിച്ച ഈ ഒരു രക്തസാക്ഷി ദിനത്തിൽ തന്നെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയെങ്കിലും ഈ മണ്ണിൽ ചോര വീഴാതിരിക്കാൻ ഇത്തരം ഓർമ്മപ്പെടുത്തലുകളൊക്കെ നമുക്ക് ഈ സമൂഹത്തിന് മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കടമയായിട്ട് തന്നെ കാണുന്നു. തീർച്ചയായിട്ടും. നന്ദി.